കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കറികളിൽ കിട്ടുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. 240 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായി ഒരു ഗ്ലാസ്സിൽ അളന്നെടുക്കാവുന്നതാണ്. പിന്നീട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തരിവണ്ണമുള്ള പഞ്ചസാര ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട ചേർത്ത് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് കൂടുതൽ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നീട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിക്കകത്തേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടി യോജിപ്പിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് റവ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഷുഗറിൻ്റെയും എഗ്ഗിൻ്റെയും മിശ്രിതം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഞാൻ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കയ്യിൽ ഒട്ടുന്ന ഒരു ടെക്സ്ചറിലാണ് ഉള്ളത് എങ്കിൽ അതിനകത്തേക്ക് കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാളും ഒന്ന് അയഞ്ഞ രൂപത്തിലാണ് നമ്മുടെ ഈ മാവ് തയ്യാറാക്കേണ്ടത്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലോ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം 5 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. മാവ് ഞാനിവിടെ 2 പോർഷനാക്കി മാറ്റിയതിന് ശേഷം ഒരു ചപ്പാത്തി കല്ലിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഞാൻ ഇതിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം കത്തി ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെട്ട് കേക്കൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു ചെറിയ ടൈപ്പിലുള്ള ഒരു വേർഷനാണ് ഈ കുഞ്ഞ് വെട്ട് കേക്ക്. അപ്പോൾ ഒന്ന് കത്തി വെച്ച് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ അടുത്ത പോർഷനും എടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്യുന്ന മാവ് നമ്മൾ രണ്ടാമതും പരത്തുമ്പോൾ കൂട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ ഈ ഭാഗം പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അധികം തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ വളരെ എളുപ്പം കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാനിവിടെ എല്ലാ മാവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായി നിൽക്കുന്ന ഓയിലിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡോ ചേർത്ത ശേഷം ഞാൻ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം വേവില്ല. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പിന്നീട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡോ എല്ലാം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായി പോവുകയാണെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളമൊന്നും നിങ്ങൾ ചേർക്കാൻ പാടില്ല. ഒരു മുട്ട കൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മുട്ട ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ മക്കൾക്കെല്ലാം ഹോസ്റ്റലിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്കെല്ലാം ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ വിഭവങ്ങളുമായി വരുന്നത് വരെ കാത്തിരിക്കുക.